സർ, യഥാർത്ഥത്തിൽ വി ഡി സതീശൻ എന്നുള്ള നേതാവിന് വാക്കിന് വ്യവസ്ഥയില്ലാത്ത നേതാവാണ്. കാരണം നമുക്കറിയാം, അദ്ദേഹം സാമുദായിക നേതാക്കന്മാരുടെ തിന്ന നിരങ്ങില്ല എന്ന് പറഞ്ഞു. അതേ നേതാക്കന്മാർ തന്നെ പറഞ്ഞു ഇവിടെ വന്ന് നിരങ്ങിയായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് പല കാര്യങ്ങളും നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് ഒന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന് എന്നുള്ള തലത്തിലേക്കാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് ലഭിക്കേണ്ട തുടർഭരണത്തെ പോലും ഇല്ലാതാക്കിയതിൽ അദ്ദേഹത്തിന് നല്ലൊരു പങ്കില്ലേ? അല്ല, ഇപ്പൊ സതീശനോട് വിരോധമുള്ള അല്ലെങ്കിൽ സതീശൻ മുഖ്യമന്ത്രി ആകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള കമന്റുകൾ പറയാം. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒരു രാഷ്ട്രീയത്തിൽ സാധാരണ ആളുകൾ കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹവും എന്ത് ചെയ്യുന്നുള്ളൂ, കാണിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ സതീശൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രതിപക്ഷ നേതാവാകുമ്പോൾ അദ്ദേഹത്തിന് 10-25 സ്റ്റാഫുകളുണ്ട്. കുറെ കൂടി വലിയൊരു ടീമിനെ അദ്ദേഹം കൂടെ നിർത്തേണ്ടതാണ്. കാരണം അല്ലാത്തതിന്റെ വല്ല കുഴപ്പവും സതീശന് പറ്റിയിട്ടുണ്ട്. കാരണം ഇന്ന് വൈകുന്നേരങ്ങളിൽ ഇവനൊക്കെയാണല്ലോ മന്ത്രി എന്നുള്ളത് ശിവൻകുട്ടിയെ വിളിക്കുകയും പിന്നീട് പിറ്റേ ദിവസം തന്നെ, അതായത് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ നിയമസഭയിൽ ചെന്നിട്ട് ഞാൻ ഇവനൊന്നും വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴാണ് കൂടുതൽ നാണക്കേടാവുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. അല്ലെങ്കിൽ വി ഡി സതീശൻ പറയാണ് പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം തീരും. മറ്റത് അദ്ദേഹം പറയുന്നത് ഞാൻ അങ്ങനെ കടത്തി പറഞ്ഞു പോയി, അതായത് പക്ഷേ ഞാൻ ഒരിക്കലും ഇവനൊന്നും വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. മനസ്സിലായ? ഇത് നിങ്ങൾ അറിയേണ്ടത് ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇപ്പൊ പി വി അൻവറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാചകം, പി വി അൻവർ വാക്ക് മാറ്റി എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പി വി അൻവറിനെ കുറിച്ച് വി ഡി സതീശൻ എന്താ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മൊബൈലൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു, അദ്ദേഹം ചെന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രസംഗിക്കുമ്പോൾ അത് മാറ്റി പറയേണ്ടി വരും. പക്ഷെ ഞാൻ പറഞ്ഞത്, പലപ്പോഴും ഈ കാലത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അത് സോഷ്യൽ മീഡിയ അധിഷ്ഠിതമാണ് എന്നുള്ളത് ഇവർ ഏറ്റവും ആദ്യമേ തന്നെ മനസ്സിലാക്കണം. ആ സോഷ്യൽ മീഡിയ അധിഷ്ഠിതമാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അത് അദ്ദേഹം ഹാൻഡിൽ ചെയ്യാൻ ഏൽപ്പിച്ചേക്കണ നിരവധി പേർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ട്. ഞാനിപ്പോ അത് വ്യക്തിപരമായിട്ടൊന്നും പോകുന്നില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ സതീശന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ ഡാമേജ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു കാര്യം. ഇനി രണ്ടാമത്തത്, ഇപ്പൊ വയനാട് വീട് പണിതില്ല, ബാക്കിയുള്ള പ്രശ്നങ്ങളില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും ഞാൻ തുറന്നു പറഞ്ഞാൽ തമ്മിൽ ഭേദം സതീശനാണ്. കാരണം വെച്ചാൽ സതീശനായ അല്ല, ഞാൻ പറഞ്ഞോട്ടെ, വീട് പണി ഇപ്പൊ ഇത് ഇത്ര ദിവസമായിട്ട് ഒരു കല്ല് പോലും ഇട്ടിട്ടില്ല. ഞാൻ അന്നും താങ്കളോട് പറഞ്ഞാണ്, ഇത് ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. ഞാനിപ്പോ അതിന്റെ പേരിൽ നിന്ന് വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല കൂടുതൽ. അപ്പൊ ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള ഒരു കാര്യം അത് സതീശന്റെ മാത്രം കുഴപ്പമുണ്ടല്ലോ. സതീശനെ ഇപ്പൊ നിർബന്ധം പിടിച്ചാണ്, സതീശന് മനസ്സിലായി പണിവാളമെന്ന് മനസ്സിലായിട്ടാണ് അവിടെ തൽക്കാലത്തേക്ക് ആ സ്ഥലമെങ്കിലും എന്ത് ചെയ്തു ഒപ്പിച്ചത്. അപ്പൊ അത് ഇതിന്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സതീശൻ വിചാരിച്ചാൽ പോലും ഈ പാർട്ടിയെ മാറ്റിയെടുക്കാനൊന്നും കഴിയില്ല. സതീശന്റെ എക്കാലത്തെയും വലിയ ദൗർബല്യം ഞാൻ വിചാരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ ഒരു സോഷ്യൽ മീഡിയ കൗണ്ടർ നരേഷൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ആണ്. നിങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെടും, ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിനെതിരായിട്ടുള്ള ഒരു കൗണ്ടർ നരേഷൻ ഉണ്ട്. ആ നരേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളിപ്പോ ശ്രദ്ധിച്ചു നോക്കിക്കോ, സോഷ്യൽ മീഡിയയിൽ പിണറായി വിജയൻ അറ്റാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കാരണമില്ല. മനസ്സിലായ? അതായത് ഇപ്പൊ പിണറായി വിജയൻ പറയണേ വീട്ടിൽ പോയി ചോദിക്കുന്ന പറഞ്ഞാൽ അത് ആ സമയത്ത് അത് ചോദിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അത് ഞങ്ങളുടെ പാർട്ടി മെമ്പർ തന്നെയാണ്, അതുകൊണ്ട് വീട്ടിൽ പോയി ചോദിക്കുന്ന പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ കറക്റ്റ് ആണ്. അത് ആ സമയത്ത് പ്രതികരണമാണെന്ന് പറഞ്ഞപ്പോ ആ പ്രശ്നം അവിടെ തീർന്നു. അപ്പോഴും ഒരു ഇമേജ് വരികയാണ്. എന്ത് ഓക്കെ, അത് പറയാമോ എന്നുള്ള ചോദ്യം ചോദിക്കുന്ന നിരവധി പേരുണ്ട്. അത് അദ്ദേഹത്തെ എതിർക്കുന്നവരാണ്. പക്ഷെ അനുകൂലിക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല. അനുകൂലിക്കുന്നവർക്ക് എന്താ പ്രശ്നമുള്ളത്? ശരിയാണ്, അദ്ദേഹത്തിന്റെ നിലപാട് ശരിയാണെന്ന് പറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മനസ്സിലായി? അദ്ദേഹം പറഞ്ഞ വാക്ക് മാറാറില്ല എന്ന് പറയാനുള്ള ചാൻസ് ഉണ്ട്. മറ്റേതെന്താ, അവനിവെന്ന് വിളിച്ചിട്ട് നമ്മൾ തന്നെ പറയണം അങ്ങനെ വിളിക്കുന്നത് മോശമാണ്, ഞാൻ ഒരിക്കലും അങ്ങനെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, പിന്നെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞൊരു വീഡിയോ വരുമ്പോഴത്തേക്കും പിന്നെ ഒന്നും പറയാൻ ഇല്ല. ഞാൻ RSSന്റെ കയ്യിൽ നിന്ന് ഒരു സഹായം മേടിച്ചിട്ടില്ല എന്ന് പറയുകയും എന്നിട്ട് ഗോൾ വർക്കറുടെ ചിത്രത്തിന് മുന്നിൽ തിരിതെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ല, ശരിക്കും പറഞ്ഞാൽ സതീശൻ, അതാണ് ഞാൻ പറഞ്ഞത്. സതീശൻ പറയാണ്, ആ സതീശൻ ആദ്യം പറഞ്ഞു എനിക്കത് ഓർമ്മയില്ലെന്ന് പറഞ്ഞു, അതിനുശേഷം പിന്നീട് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. ഇത്തരം കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ലെന്നേ അദ്ദേഹം കൃത്യമായിട്ട് ഒറ്റ വാചകം പറഞ്ഞ് ഈ പ്രശ്നം തിരിഞ്ഞു. ഞാൻ പറഞ്ഞുതരാം സിമ്പിൾ ആയിട്ടുള്ള വാചകം. അവരൊരു പരിപാടിക്ക് ക്ഷണിച്ചു, അതൊരു സെമിനാർ പോലെയുള്ള ചടങ്ങാണെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ മണ്ഡലത്തിലായതുകൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു തിരിതി തെളിക്കാൻ പറഞ്ഞു. ആ തിരിതി തെളിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും എന്താണ്, അവിടെ വെച്ചിട്ട് അവരെല്ലാരെയും വേദനിപ്പിച്ചുകൊണ്ട് ഓക്കെ എന്റെ ആശയത്തിനെതിരാണെന്ന് തിരി തെളിക്കാതെ പോകണ്ട, മരണപ്പെട്ടു പോയ ഒരാളല്ലേ എന്ന് വിചാരിച്ച് ഞാൻ തിരി തെളിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ പ്രസംഗത്തിൽ എന്ത് ചെയ്തു, കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രശ്നം അങ്ങനെയൊന്നും പറഞ്ഞ തീരും. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാം? ഇതിന്റെ പ്രശ്നം ഞാനിപ്പോ ഇന്ന് ഇവിടെ ഇരുന്ന് പറയുന്ന ഈ വാചകം കൊണ്ടല്ല, നാളെ ഞാൻ പറയണം അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇത് റെക്കോർഡിങ്ങിൽ ഇവിടെ കിടക്കണല്ലേ.
മനസ്സിലായോ? അത് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അതേസമയം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അതുപോലെയുള്ള നിരവധി കാര്യങ്ങളിൽ അതുപോലെ താരതമ്യം ഇപ്പൊ താങ്കൾ കുറ്റപ്പെടുത്തി പറഞ്ഞെങ്കിൽ പോലും ഞാൻ പറയാം, താരതമ്യേന ഈ സമുദായ നേതാക്കളുടെ തിണ്ണനിറങ്ങാൻ പോകുന്നതിൽ കുറവുള്ള ഒരു നേതാവാണ് ആര്? പക്ഷെ അവര് പറയുന്നത് അവിടെ വന്ന് നിരങ്ങായിരുന്നു എന്നാണ്. അല്ല, ഇതിന്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സതീശൻ ഈ കോൺഗ്രസിനെ കുറിച്ച് അദ്ദേഹം ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്ത് വലിയ സപ്പോർട്ടില്ല. അല്ല, വർഗീയത പറയുന്നവരെ ശക്തമായിട്ട് എതിർക്കും എന്ന് പറയുന്നു. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ പറ്റിയിട്ട് എന്താ നിലപാട്? അതൊക്കെ ഇതിന്റെ പുറത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ അദ്ദേഹത്തെ എതിർത്ത് തുടങ്ങിയത് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുകെട്ടുണ്ടായപ്പോഴാണ്. ഞാനത് പറഞ്ഞു, നയപരമായ ആ തീരുമാനം കേരളീയ രാഷ്ട്രീയത്തിന് വലിയ ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യം ആണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. അല്ലാതെ എനിക്ക് അദ്ദേഹത്തോട് വിയോജിപ്പൊന്നുമില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഡി സതീശൻ കുറെ കൂടി അധ്വാനിക്കുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ആ കാര്യത്തെ നമുക്ക് തർക്കമൊന്നുമില്ല. പിന്നെ പറഞ്ഞു 100 സീറ്റ് ലഭിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുന്നു പറഞ്ഞു. ഇനിയിപ്പോ അത് കണ്ടറിയാം. അല്ല 100 സീറ്റ് ലഭിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പറയുന്നത് ഫാക്ട്സ് ആയിരിക്കണം. അദ്ദേഹം പറഞ്ഞത് തിളക്കമാർന്ന വിജയം കിട്ടിയില്ലെങ്കിൽ 100 സീറ്റ് കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം തിളക്കമാർന്ന വിജയം കിട്ടിയില്ലെങ്കിൽ പോകുന്നു. അപ്പൊ ഇത് രണ്ടും കൂടി കളക്ട് ചെയ്യാൻ വേണമെങ്കിൽ തിളക്കമാർന്ന് പറയുന്നത് 100 സീറ്റ് 75 സത്യത്തിൽ ഇപ്പൊ വി ഡി സതീശനെ സംബന്ധിച്ചോളം അത് വലിയ തലവേദനയാവും. എന്താ കാര്യം എന്ന് അറിയാമോ? ഒരു 75-80 സീറ്റ് താഴെ വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും വേറെ ക്ലെയിം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം തിളക്കമാർന്ന വിജയമില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുന്നതാണ്. അതിന്റെയൊക്കെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആലോചിക്കാതെ പെട്ടെന്ന് ഇമോഷണലി അഗ്രസീവായി ഒരു 5 ഡയലോഗുകൾ നമ്മൾ പറയുമ്പോ വളരെ ആലോചിച്ചിട്ട് വേണം പറയാം. അത് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിക്കകത്താണ് നിൽക്കുന്നതെന്ന് പറയുന്ന ചിന്ത രണ്ടാമത് വേണം. എന്താ കാര്യം വെച്ചാൽ വി ഡി സതീശന്റെ ഒപ്പം ഒരു വലിയ ഗ്രൂപ്പ് ഇല്ല. എ ഗ്രൂപ്പും ഇല്ല, ഐ ഗ്രൂപ്പും ഇല്ല. ഒരു ഗ്രൂപ്പ് ഇപ്പൊ കെ സി വേണോപോലെ ഉണ്ടാക്കിയെടുക്കാനും സതീശനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അദ്ദേഹം ഒരു അധികാര സ്ഥാനത്ത് നിൽക്കുമ്പോൾ കുറെ പേര് ചുറ്റിപ്പറ്റി കൂടെ വെക്കുമെന്നല്ലാതെ അദ്ദേഹം കഴിഞ്ഞിട്ടില്ല. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കോൺഗ്രസ് പാർട്ടിയാണ്. നിങ്ങളൊരു സമുദായ നേതാവിനെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറൊരു മനുഷ്യരും അതിനകത്ത് ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അവർക്കെല്ലാം MLA ആയിട്ട് ജയിച്ചേ പറ്റുള്ളൂ. മനസ്സിലായ? നിങ്ങൾ സമുദായ നേതാവിന്, ഞാനും നമ്മൾ 3 പേരും കൂടി ഒരു പാർട്ടിയാണ്. സമുദായ നേതാവിനെതിരെ താങ്കൾ വർത്താനം പറഞ്ഞാൽ ഞാൻ വിചാരിക്കും അടുത്തവണ ഞാൻ അവൻ്റെ ഒപ്പം ഒരുമിച്ചിരിക്കും. കാരണം നിങ്ങൾ തോറ്റാലും എനിക്ക് കുഴപ്പമില്ല, തോറ്റാ അത്രയും ലാഭമാണ്. സത്യത്തിൽ ഇപ്പൊ വി ഡി സതീശൻ തോറ്റാ ബാക്കിയുള്ളവർക്ക് അത്ര ലാഭമാണ്, സന്തോഷമാണ്. മനസ്സിലായ? കോൺഗ്രസ് ജയിക്കുകയും ഒരാൾ തോക്കുകയും വേണം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കൂടി ശക്തമായ നിലപാടുകളും കൃത്യമായ ധാരണകളും ഒക്കെ ഉള്ള ഒരാളാണ് സതീശൻ. പക്ഷെ സതീശന്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും അദ്ദേഹത്തിന്റെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഏജിലാണ് അദ്ദേഹം ജീവിക്കുന്നതെന്നും അവക്കുമായിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള എടുത്തുചാട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടി ആർജവത്തോടുകൂടിയും ആവേശത്തോടുകൂടിയൊക്കെ പറയുന്ന കാര്യവും അദ്ദേഹത്തിനുണ്ട്. ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അധികാരത്തിന് വേണ്ടിയോ മോഹത്തിന് വേണ്ടിയോ ഒന്നും അല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റെന്നുള്ളത് നമ്മുടെ ആശയപ്രചരണവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഒന്ന് ഇനി പോട്ടെ, അദ്ദേഹത്തെ ഒരു മിഷൻ ഏൽപ്പിച്ചു. ആ മിഷന്റെ പ്രശ്നം ഓക്കെ, അത് ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പരാജയമാണെന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, പറയാം, സമ്മതിക്കാം. ആ പരാജയമാണെന്നുണ്ടെങ്കിൽ സതീശൻ അത് പറയുന്നതിനും പ്രശ്നമില്ല. പറയുന്നത് എന്താണ്, വളരെ കൃത്യമായിട്ട് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന, ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. വാണികൾക്ക് മുഴുവൻ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ തന്നെ പറയണമെന്ന് നിർബന്ധം ഇല്ല. അവിടെയാണ് അതിന്റെ പ്രശ്നം. പിന്നെ അദ്ദേഹത്തിന്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെച്ചിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹമായിട്ട്. പക്ഷെ എന്നോട് വളരെ കാര്യമായിട്ട് സംസാരിക്കുകയും അദ്ദേഹത്തിന് പനിയായിട്ട് പോലും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. പിന്നെ കാണാം എന്ന് പറഞ്ഞു വിട്ടിട്ടുള്ള ഒരാളാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ആളുകൾക്കുള്ള ഒരു കംപ്ലൈന്റ് എന്ന് വെച്ചാൽ അദ്ദേഹം പലപ്പോഴും കൃത്യമായിട്ട് കാര്യങ്ങൾ കേൾക്കില്ല എന്നുള്ളതാണ്. അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അതെനിക്കറിയാം എന്നുള്ളവരൊക്കെ എന്ത് ചെയ്യും. അത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, ഒരു എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്, കേരളം ഞെട്ടിപ്പോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ഞെട്ടലാണ് ഞെട്ടിയത്? ബോംബുണ്ടെന്ന് പറഞ്ഞു. ബോംബുണ്ട്, അതൊന്നും എന്നെ കൊണ്ട് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണ് കരുതുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പഴയ പോലൊരു കാലമല്ല ഇത്. ക്യാമറകൾ ഭരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ അറിയേണ്ടത് ഇപ്പൊ ഒരു ഉദാഹരണം പറയാം ഞങ്ങളോട്. ഇപ്പൊ ബോബി ചെമ്മണ്ണൂർ റോഡിൽ കൂടി പോകുമ്പോഴത്തേക്കും അദ്ദേഹം ഒരു വഴിയിൽ ഇറങ്ങിയെന്ന് മൂത്രമൊഴിച്ചു. ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ അപ്പം ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം സ്വാഭാവികമായിട്ട് മൂത്രമൊഴിക്കാം. അപ്പൊ ഇനിയിപ്പം നമ്മളിവിടെ പബ്ലിക് ടോയ്ലറ്റ് എത്ര വരെ വെയിറ്റ് ചെയ്യാനോ ഏതെങ്കിലും ഹോട്ടലിൽ കയറാനുള്ള സമയമൊന്നും ഇല്ല. അപ്പൊ അദ്ദേഹം നോക്കുമ്പോൾ രാത്രിയാണ് അവിടെ നിന്ന് മൂത്രമൊഴിച്ചു. അവിടെ ശരിക്കും പറയണമെങ്കിൽ ഒരാൾ ഫോട്ടോ എടുത്ത്, ബോബി ചെമ്മണ്ണൂരല്ലേ, ഒരാൾ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടു.
പിന്നെ ബോച്ചയ്ക്ക് അത് പ്രശ്നമില്ലാത്തതുകൊണ്ട് കുഴപ്പം ഇല്ല. ഞാൻ പറഞ്ഞത് അത്ര പോലും ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇൻട്രൂഡ് ചെയ്യുന്ന ആളുകളുള്ള നാട്ടിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മലയാളികൾ മുഴുവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫേസ്ബുക്കിൽ തന്നെ ഇതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ 100 ശരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആള് മൈൻഡ് ചെയ്യില്ല, നമ്മളൊരു തെറ്റ് പറഞ്ഞു പെട്ടെന്ന് വൈറലാവും. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ തെറ്റായി പറയണ നോക്കാന്ന് പറഞ്ഞാൽ പിടിക്കാൻ വേണ്ടി ഇരിക്കണേണ്. പിന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആണെങ്കിൽ അതിനുവേണ്ടി ഒരു വലിയ സന്നാഹം ഇപ്പുറത്ത് ഒരുക്കി ഇരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പറയുന്ന വാക്കുകൾ ഓരോന്നും കുറെ കൂടി ആലോചിച്ച് കൃത്യമായി പറയേണ്ട ആവശ്യം ഉണ്ട്. ആ പറയണതിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയുമല്ല കോൺഗ്രസ്. ഇപ്പൊ പിണറായി വിജയൻ ധൈര്യമായിട്ട് ആരെ കയറി നികൃഷ്ടജീവി എന്ന് വിളിച്ചാലും പാർട്ടി 100% പുള്ളിയുടെ ഒപ്പം നിൽക്കും. മനസ്സിലായ തെറ്റാണെന്ന് ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ മുതൽ മറ്റേ ഇവിടെ വരെ ആരും പറയില്ല. കോൺഗ്രസിൽ അതല്ല സ്ഥിതി. പല അഭിപ്രായങ്ങളാണ്. കോൺഗ്രസിൽ സത്യം പറഞ്ഞ പല അഭിപ്രായങ്ങളെന്ന് മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു തിണ്ണതരങ്ങാനും പോകില്ല, NSSുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി നിൽക്കുമ്പോൾ ആരാ കൂടി ഓടിച്ചെല്ലുന്ന ഒരു കാറ് കണ്ടു ശ്രദ്ധിച്ചില്ല. ആരുടേത്? കൊടിക്കലിൽ നിന്ന് സുരേഷ് MP ചെല്ലുകയാണ്. ഇനി ചെന്നത് വേറെ നല്ല ഉദ്ദേശത്തിനാണ്. നമ്മളിപ്പോൾ ആർക്കും ആരെയും കാണാൻ പരാമല്ലോ. ഇപ്പൊ എന്നെ കാണാൻ RSS വന്നാലും CPM വന്നാലും കോൺഗ്രസ്സുകാർ വന്നാലും ഞാൻ കാണും. അപ്പൊ അത്രയും കാണാൻ പറ്റാം. എന്താണ് കൊടിക്കലിൽ സുരേഷ് ചെയ്തത്? വണ്ടി ഓടിച്ച് പകുതി ചെയ്തപ്പോൾ മാധ്യമങ്ങൾ കണ്ടപ്പോഴത്തേക്ക് അപ്പൊ തന്നെ തിരിച്ചു പോയേക്കാൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മനസ്സിലായി? കോൺഗ്രസിനകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ എനിക്കാകണം എന്ന് പറഞ്ഞ ആളുകളൊക്കെയാണ്. അപ്പൊ സതീശൻ ഒരാൾക്കെതിരെ പറഞ്ഞാൽ സത്യം പറഞ്ഞ സതീശനൊപ്പം അവർ നിൽക്കുക, മറ്റേ പുള്ളിയുടെ ഒപ്പം ഞങ്ങളൊന്നും ഇല്ലട്ടാ, പുള്ളി മാത്രമുള്ള പണിക്ക് എന്ന് പറയും. എനിക്ക് നേരിട്ട് അറിയത് പലതും. ഇപ്പൊ വെള്ളാപ്പള്ളി അടശൻ തന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം തോൽക്കേണ്ട ഒരാളാണെന്നോ കേരളീയ രാഷ്ട്രീയത്തിൽ നിന്ന് പോകണമെന്നോ വനവാസത്തിന് പോകണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹം അവിടെ നിന്ന് ഉറപ്പായിട്ടും BD സതീശൻ ജയിച്ച് ഒരു സംശയമില്ല. അപ്പൊ ആ VD സതീശൻ അവിടെ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന ഒരാള് ഇവിടെ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയില്ലെന്ന് പറഞ്ഞ് എങ്ങനെയാണ് വനവാസത്തിന് പോകണം? MLA സ്ഥാനം രാജിവെക്കുമോ? അല്ലെങ്കിൽ MLA പോയിട്ട് വനത്തിൽ താമസിക്കും? അപ്പൊ ഇവിടെ നിന്നുള്ള ആളുകളൊക്കെ കൂടി രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുമെന്നാണ്. അല്ല, അതിന്റെ ആവശ്യമില്ല. രാഷ്ട്രീയ പ്രവർത്തനം നിർത്തണമെങ്കിൽ MLA സ്ഥാനം രാജിവെക്കണ്ടേ? എന്താ ഈ പറയണത് നിങ്ങള്? കോൺഗ്രസിന്റെ ഒരു MLA സ്ഥാനം രാജിവെച്ചിട്ടപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരും. അപ്പൊ നിങ്ങൾ അറിയേണ്ടത് ഇതൊന്നും അറിയാതെ ഇതൊക്കെ നടത്തിയത് അല്ല. അതാണ് ഞാൻ പറയണത്. ഇതെല്ലാം തന്നെ സോഷ്യൽ മീഡിയകളിൽ ഇത്തവണ പഴയ പോലെയല്ല. പണ്ടൊക്കെ ഇത് അറിയാത്ത ഒരാൾ, വേറൊരാളുടെ പേര് ഞാൻ പറയാം, MM മണിയാശൻ. VD സതീശനൊക്കെ അറിയാവുന്ന ഒരാളാണ്, പക്ഷെ കൈവിട്ട് പോകുന്നതാണ്. MM മണിയാശൻ ഇപ്പൊ 1, 2, 3, 4 അല്ല ഇങ്ങനെയുള്ള ഒരു വ്യക്തി കേരളത്തിന് മുഖ്യമന്ത്രിയൊക്കെ ആയിട്ടുണ്ടെങ്കിലോ? അല്ല, ഇപ്പൊ അതൊക്കെ രണ്ടാമത്തെ പ്രശ്നമാണ്. VD സതീശൻ മുഖ്യമന്ത്രി ആയാൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞേക്കുന്നത് മുസ്ലിം ലീഗിന്റെ കൂടി മുഖ്യമന്ത്രിയാണ് എന്നുള്ളതും കൊണ്ട് തന്നെ കേരളീയ രാഷ്ട്രീയത്തിൽ വലിയ അപകടം ഉണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ആര് മുഖ്യമന്ത്രി ആകണം എന്ന് എന്നോട് വ്യക്തിപരമായി ചോദിച്ചാൽ അദ്ദേഹമാണ് അതിൽ ഏറ്റവും നല്ല ആള്, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ആളെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ആകേണ്ടതാണ്. പക്ഷെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം പബ്ലിക്കലി പറയുന്നതിലൂടെ വലിയ അപകടം അദ്ദേഹം ക്ഷണിച്ച് വരുത്തിയിട്ടുണ്ട്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ VD സതീശൻ പറഞ്ഞത് പല കാര്യങ്ങളും മാറ്റി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നുണ പറഞ്ഞതാണ് എന്നൊക്കെ ഉള്ളത് വളരെ എവിഡന്റ് ആയിട്ടുള്ള ഒരു പ്രചരണം. നിയമസഭയിൽ തന്നെ സപ്ലൈകോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സപ്ലൈകോയിൽ സാധനങ്ങളൊന്നും തന്നെ ഇല്ല, സാമഗ്രികൾ ഒന്നും തന്നെ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഉടനെ തന്നെ GRNൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ സപ്ലൈകോയിൽ അദ്ദേഹം തന്നെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തു, വീഡിയോ ഫുട്ടേജ് കാണിച്ചു കൊടുത്തു. രണ്ട് തരത്തിലെ ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റും. ഒന്ന്, നമ്മൾ ജനത്തിന്റെ കയ്യിൽ നിന്ന് ഒരു ലൈസൻസ് നേടിയെടുക്കുക. എന്താണ് നമ്മൾ എന്ത് വിടുവായും പറയുന്നുള്ളത്. ഇപ്പൊ ഈ കുറെ സീരിയൽ താരങ്ങളും അതുപോലെ ഈ മറ്റേ ഈ ബിഗ് ബോസ് ഹൗസിലൊക്കെയുള്ള ബിഗ് ബോസ് പോലെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അതിലൊക്കെ നമുക്ക് എന്ത് തോന്നിയാസം പറയാം. കാരണം ഈ ജനങ്ങൾ അത് അംഗീകരിച്ചു കൊടുക്കും. മനസ്സിലായി? അവരിൽ നിന്ന് നമ്മൾ ഇത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇപ്പൊ ഉദാഹരണം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ റിമി ടോമിക്ക് എന്തും പറയാം. കാരണം എന്ന് വെച്ചാൽ റിമി ടോമി കോടിയേരി ബാലകൃഷ്ണന്റെ അടുത്ത് വന്ന് ഒരു തവണ മറ്റേ എന്താണ് 1, 1, 3, 4 എന്നൊക്കെ പറഞ്ഞ പരിപാടിയുണ്ടല്ലോ. ആ പരിപാടിക്ക് കോടിയേരി ബാലകൃഷ്ണൻ വന്നിരിക്കുമ്പോൾ കോടിയേരിയോട് ചോദിക്കണേ, എന്ന് ഈ മുണ്ട കൊടുത്ത് കിടന്നാൽ മതി, ഇടയ്ക്കൊരു ജീൻസ് ഒക്കെ ഇട്ട് കിടക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ തോന്നില്ലേ? അത് രതീഷ് ചക്രവാണി ചോദിക്കുകയോ നാളെ വിനു ജോൺ ചോദിക്കുകയോ അല്ലെങ്കിൽ നാളെ മറ്റേ കരൺ താപ്പർ നാളെ ആരോടെങ്കിലും ചോദിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം മനസ്സിലായി. ഇവനെന്ത് പൂരം കിട്ടാനാണോ? റിമി ടോമിയുടെ നിന്ന് അതേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അല്ല, റിമി ടോമി ഇരുന്നിട്ട് നിങ്ങൾ റഷ്യയിലും അതുപോലെ തന്നെ മറ്റേ ചെക്കോസ്ലാവാക്യയിലും മറ്റേ വിയറ്റ്നാമിലും ഒക്കെ സോഷ്യലിസം നേരിടുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ചോദിക്കുമെന്ന് എന്ത് ചെയ്യരുത്, കരുതരുത്. അതുകൊണ്ട് അവർക്ക് അത് ചോദിക്കാം. അപ്പൊ അതുപോലെയുള്ള ചില കാര്യങ്ങൾ ഇപ്പൊ ട്രംപിന് എന്തും പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട? ട്രംപിന് പറയാം, അത് കാരണം ട്രംപിന് പറയാനുള്ളത് പറയാൻ നമുക്ക് ഡെയിലി അതിനെ പണിയുണ്ടാവുള്ളൂ. നമുക്ക് ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ല. ട്രംപ് മാറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ അതുപോലെയുള്ള ഒരു ഇമേജ് നമുക്ക് VK നായനാര്
ഒന്ന് ആലോചിച്ച് നോക്ക്. ചായ കുടിക്കുന്ന പോലെയാണ് റഷ്യ ഇവിടെ അമേരിക്കയിലൊക്കെ ബലാത്സംഗം നടക്കുന്നത് ഇന്ന് പറഞ്ഞാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. മനസ്സിലായി? അപ്പൊ ഇത്തരത്തിലുള്ള പല കമന്റുകൾ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഒന്നില്ലെങ്കിൽ നേടിയെടുക്കുക. അങ്ങനെ ഒരു ഇമേജ് അല്ല വീഴ്ചനുള്ളത്. അദ്ദേഹം വളരെ നന്നായി വായിക്കുന്ന, അറിവുള്ള, കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന, പരന്ന വായനയുള്ള അദ്ദേഹം ഇപ്പൊ തോമസ് ഐസക്കും ആയിട്ട് പോലും സംവാദം നടത്തുമ്പോൾ അദ്ദേഹം വളരെ ഭംഗിയായി പ്രസന്റ് ചെയ്യപ്പെട്ട ഒരാളെന്നുള്ള നിലക്കാണ്. ആ ഇമേജ് കീപ്പ് ചെയ്യണമായിരുന്നുവെങ്കിൽ കുറെ കൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടാവുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ കാറ്റഗോറിക്കലി ദൃഢമായി തന്നെ പറയുന്നു, അദ്ദേഹം മുഖ്യമന്ത്രി ആയാലും ഒരു കുഴപ്പമൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുകയും ഈ പാസ്റ്റ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ BJP-യുടെയും അതുപോലെ തന്നെ ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിന്റെയൊക്കെ പ്രേരണയാലാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നിരവധി സമരങ്ങൾ നടക്കാനുള്ള ഒരു വലിയ ചാൻസ് ഉണ്ട്. ആ ചാൻസ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ബ്രേക്ക് ചെയ്യണം, എന്നിട്ട് ഇതാകണമെന്നാണ്, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തൊരു കാര്യം കൂടി പറയാം. ഇത് ഏറ്റവും കൂടുതൽ വളരെ സന്തോഷിപ്പിക്കുന്ന ആരെന്നറിയാമോ? അദ്ദേഹത്തും ആകരുത് എന്ന് വിചാരിച്ചു നിൽക്കുന്ന കോൺഗ്രസിനകത്തുള്ള ആളുകൾ ഇത് കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരൊറ്റ കാര്യം മതി കോൺഗ്രസിന് അദ്ദേഹത്തെ ആക്കാതെ ഇരിക്കുക. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ VD സതീശൻ വളരെ നിർഭാഗ്യവാനായ ഒരു മനുഷ്യനാണ്. കാരണം അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെ അദ്ദേഹത്തെയാണ് ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള മന്ത്രിയാകേണ്ടത് അദ്ദേഹമാണ്. പക്ഷെ അദ്ദേഹത്തെ മന്ത്രി പോലും ആക്കിയില്ല. അങ്ങനെ മന്ത്രിയാക്കാതിരുന്ന ഒരാൾ പലപ്പോഴും മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചരിത്രത്തിന്റെ ഒരു നിയോഗം എന്ന് പറയുന്ന പോലെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത. ഇപ്പൊ VS അങ്ങനെ ആകാൻ പറ്റില്ല, പക്ഷെ VS ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിട്ടാണ് വരുന്നത്. അപ്പൊ അതുപോലെയുള്ള സാധ്യതകൾ, ഒരുപാട് സാധ്യതകൾ കൂടുതലാണ്. പലപ്പോഴും അദ്ദേഹം കടൽ കൊള്ള അടക്കമുള്ള ധീരമായ നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരാളാണ്. അത്തരത്തിൽ അദ്ദേഹത്തിന് അതിനുള്ള മിടുക്കും കഴിവൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ ഈ കാലഘട്ടം ഇതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് മിതത്വം പാലിക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ്.